കടുവാബായിയുടെ കടുവാപ്പടമായ ഹീറോ പട്ടി ഹീറോ പാണ്ടി പടമാണിത്. പത്തൻ്റെ ഓപ്പണിങ് നമ്മളുടെ ഹീറോനെ കാണിച്ചിട്ടല്ല വില്ലനെ കാണിച്ചിട്ടാണ്. പ്രൊഡ്യൂസർ ഒരു കാര്യമുണ്ട്, നമുക്ക് പടം കാണുന്ന മുമ്പ് എന്നെ കാണിക്കേണ്ട, അതായത് വില്ലനെ ഞാൻ ഹീറോനെ അല്ല അവനോട് പറയണ്ടട്ടെ. വില്ലന്റെ പേര് ലൈല. അഡാർ മാജിക് ഷോ പെർഫോമൻസ്ഡ് ബൈ നമ്മുടെ വില്ലൻ ചേട്ടൻ. ഏ ദിവസം ഹോളി സൊപ്പനം കണ്ട് ഹോളി പൗഡർ വാങ്ങിച്ചു വെച്ച് വേസ്റ്റ് ആവേണ്ടെന്ന് പറഞ്ഞിട്ട് ചുമപ്പ് പൗഡർ എടുത്ത് മൊത്തം അടിച്ച് പൂശിയിട്ടുണ്ടാണ്. വാട്ടേ ജിഞ്ചിനാക്കടി ഒരു അന്യായ സൈക്കോ വില്ലൻ. പക്ഷെ നടന്നിട്ടില്ല. അടിപൊളി 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 എൻ്റെ കൈയടിച്ച് ചീച്ച ചെയ്ത ചേച്ചിനെ സ്റ്റേജിക്ക് വിളിച്ചിട്ട് എയറിൽ പറത്തി വിട്ടിട്ട് ചെക്കൻ ചായ കുടിക്കാൻ പോകും. പഴംപൊരിയിൽ ഉപ്പില്ലേട്ടാ, തീരെ പോര് എന്നുകൊണ്ട് ചായക്കടയിൽ കംപ്ലൈൻറ്റ്. ഈ പെണ്ണിനോട് പാർത്തി നിർത്തിയിട്ട് പണ്ടാരം. പിന്നെ അണ്ണൻ അന്യായ ലോമോ വർക്ക് സ്ലോമോ വാക്ക് വിത്ത് ഹെവി മ്യൂസിക്. അണ്ണൻ നടന്നു പോകുന്നത് ഒരു ഡൈനിങ്ങിലിട്ടാണ്. ഡൈനിങ്ങിൽ മൊത്തം വില്ലന്മാരാണ്. ഒക്കെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കോളും. ചക്കം വന്നിട്ടൊരു കത്തി ഒരേ കുത്ത് ആള് പടായി. അതാണ് ജയിക്കുന്നുണ്ട്. അതും ഒരു വില്ലനാണ്. അയ്യോ, ഞാൻ വില്ലനെ കണ്ടുപിടിച്ച അടിപൊളി വില്ലൻ. പടത്തിൽ പുലി ഷോഫിൻ്റെ എൻട്രി. ആളിങ്ങനെ സൈക്കിളിൽ കൂളായിട്ട് വരികയാണ്. മൂഞ്ചൽ നമ്പർ 1 വില്ലൻ, മൂഞ്ചൽ നമ്പർ 2 ഹീറോ, മൂഞ്ചൽ നമ്പർ 3 കാണണ്ടേ, അതാണ് ഈ ഹീറോയിൻ. ലംബോർഗിനി എടുത്തിട്ടൊന്ന് പോകാം. ഇവിടെ വയസ്സുള്ള ലംബോർഗിനി എടുത്തിട്ട് പോകാം. അങ്ങനെ മറ്റേ ലംബോർഗിനി എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. ഈ സാധനം എന്തെന്തൊക്കെയോ ആണ്. ആകെ മൊത്തത്തിൽ പൈസ ഉണ്ട് കേട്ടോ കയ്യിൽ. ഒന്നുണ്ടെങ്കിൽ കയറി വയ്ക്കൂ നീ. പിന്നെ വെറുതെ ഒരു കാർ ചേസ്. ആ കാർ ചേസിൽ പുള്ളിക്കാരൻ സൈക്കിളിലാണ് പോണത്. സൈക്കിളിൽ പോകുമ്പോൾ അന്യായ മോഞ്ചൽ വെറുപ്പിക്കൽ വിത്ത് 300 rupees ഗ്രീൻ സ്ക്രീൻ. കാരണം ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് നേരെ വീട്ടിൻ്റെ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടൽ. പാവം അവിടെ സദ്യ കഴിക്കണം. നമ്മുടെ ഗോപാലേട്ടൻ്റെ നട്ടൻ്റെ അടിച്ചത് സൈക്കിളെ. വീട്ടിനകത്ത് വന്നിട്ട് അന്യായ പെർഫോമൻസ് ബൈ ചുറ്റിക ഓങ്ങി അടിച്ചു. അതായത് ഇന്നലെ നൈറ്റ് KGF കണ്ട ഹാങ് ഓവർ ആണ് കേട്ടോ നമ്മളുടെ പോലീസ് ഷോഫിന്. അങ്ങനെ അടിന്ന് അടിച്ചു. ഉള്ളിൽ നിന്ന് വല്ല പിസ്റ്റലോ AK-47 എടുക്കുമെന്ന് വിചാരിച്ചാൽ ഉള്ളിൽ നിന്ന് ഒരു നോക്കിയ ഫോൺ എടുക്കും. എടാ പ്രൊഡ്യൂസറെ, ഞാൻ നോക്കിയ കമ്പനി ഒരു പ്രൊമോഷൻ വേണം. അങ്ങനെ എന്തോ പണിഞ്ഞാന്നാ തോന്നുന്നു. അണ്ണനെടുത്ത ഒരു സംസാരമാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവൻ ആരോ വലിയ പുളികണ്ഠനാണെന്ന്. ഏത് പുളികണ്ഠനാണെങ്കിലും പുലിസ് ഷോഫല്ലേ പവർ തന്നെ. മീൻസിന് ഇത്ര നേരം വെറുപ്പിച്ചില്ലേ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് പാട്ടിട്ട് വെറുപ്പിച്ചു. ഇതിൽ കുറേ പേര് താഴെ കിടന്ന് മേലെന്നാരോ 6-മല തട്ടുന്ന പൊടിയൊക്കെ മേലെ വീണ്ടുകൊണ്ട് തട്ടി വിടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല രസമുണ്ട്. നൈസ് 6-മല ഇരിക്കട്ടെ. നമ്മുടെ മാമാമലിൻ്റെ പെർഫോമൻസ് ആണ്. അണ്ണന് 6 പാക്ക് കാണിച്ചേ പറ്റൂ. എന്തെന്ന് വെച്ചാൽ ഡയറ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിക്കേണ്ടിരുന്ന് വരുത്തിയ 6 പാക്കല്ലേ. ഒന്ന് കാണണ്ട എല്ലാവരും ഒന്ന് കാണും. പിന്നെ പടം ആയിക്കഴിഞ്ഞാൽ വീട്ടിലൊരു ഫൈറ്റ് സീൻ വേണ്ട. അങ്ങനെ വീട്ടിൽ ഫൈറ്റ് സീനിൽ ചാടി മറിഞ്ഞ അടിയാണ്. ഈ ചാടി മറിഞ്ഞ അടി കാണുമ്പോൾ കുറച്ച് കിക്കൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ കിക്ക് എന്ത് കിക്കടേ. ഇല്ലെന്നൊരു ഗ്ലിച്ചില്ലെങ്കിൽ പറ്റില്ലല്ലോ. ഷോർട്ട് ഗൺ എടുത്തിട്ട് ഇളക്കും. ബുള്ളറ്റ് പോയി. ഷോർട്ട് ഗൺ എടുത്തിട്ട് തന്നെയാണ് ഇളക്കണ. ട്രിഗർ പിടിച്ച് വലിച്ചപ്പോൾ ബുള്ളറ്റ് പോയില്ലേ. സച്ച് അൺഎഡ്യൂക്കേറ്റഡ് വില്ലൻസ് ഗാങ്. ഇനി ഹീറോയിൻ വെളിയിൽ പോകുമ്പോൾ പച്ചാമഞ്ഞ ചോപ്പ് ക്യൂടെക്സ് അടിക്കുന്ന പോലെയാണ്. പച്ചാമഞ്ഞ ചോപ്പ് പറഞ്ഞ പോലെ ലംബോർഗിനി മാറ്റി ഓടിക്കാട്ടെ. അതാ ഇങ്ങനെ റിച്ച് ഹീറോയിൻ. ടൈഗർ ഷഫ്റ്റ് മൈൻഡ് വോയിസ് സെറ്റാക്കി നന്നായി. പിന്നെ ആ വൈറ്റ് സീക്വൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയും വീട്ടിൽ പോകുമ്പോൾ അതിന് മുമ്പ് പിന്നെ ബുള്ളറ്റൊക്കെ ഷൂട്ടടി കിട്ടിയിട്ടുണ്ട്. കിട്ടേണ്ട അവിടെ തന്നെയാണ് ബുള്ളറ്റ് കയറിയിരിക്കുന്നത്. അവൻ വീട്ടിൽ പോയി അമ്മയെ വേണ്ടി കിടക്കുമ്പോൾ ഇവളിങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് വരിയിരിക്കുന്നു. പക്ഷേ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ല, കയ്യിൽ വൈനോ ബീറോ എന്തോ ആണ്. സാധനം എടുത്തിട്ട് ഇവളൊരു ജാതി നോട്ടം. പരിപാടി ആയിരിക്കും. ഞാൻ കറക്റ്റം വെച്ച് മറിച്ചു പിടിക്കുക. ആരും കാണില്ല. അങ്ങനെ അവിടെ ഒന്നും നടന്നില്ല. മോഞ്ച് ടൈഗി എണ്ണന് ഒരു ഷോർട്ട് മാസ് കൊടുക്കണ്ട. അങ്ങനെ ട്രെയിനിൽ സ്പൈഡർമാനെ പോലെ കെട്ടിയിടും. ആ കയറ് തന്നെ ഭയങ്കര ടൈറ്റിലാണ് കെട്ടിയിട്ടിരിക്കുന്നതാണ്. അനങ്ങാൻ പറ്റൂല. പിന്നെ ടയറിൻ്റെ അടിയിൽ ഒരു ബോംബ് വെച്ച് കത്തിച്ചു വിടും. നമ്മൾ വിചാരിക്കും അണ്ണൻ കത്തിക്കരിഞ്ഞ് പോയിന്ന്. പക്ഷെ കത്തിക്കരിഞ്ഞ് പോയ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഡയറക്ടർ അണ്ണൻ ജീവൻ കൊടുക്കും. അണ്ണൻ ഒളിച്ചു വരും. അങ്ങനെ പടം കഴിഞ്ഞു. പിന്നെ വില്ലനെ കൊല്ലുണ്ട്. അത് വേറെ കാര്യം. അത് നമുക്ക് കാണാം.